ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ ഒരു അടിപൊളി നെക്ക് ഡിസൈനും സ്റ്റിച്ചിങ്ങും എളുപ്പത്തിൽ നമുക്ക് തയ്ക്കുന്ന രീതിയാട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, കഴുത്തൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് കഴുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നോക്കിക്കുക. നമ്മൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 4.5, ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 5 ഇഞ്ച് കേട്ടോ. അപ്പോൾ അതേ ആദ്യം നമ്മൾ 4.5 ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത ശേഷം ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പീസ് ബാക്കിനാക്കി മാറ്റി വയ്ക്കുക. ഇപ്പം 4.5 ഇഞ്ചിലല്ലേ നമ്മൾ കഴുത്തിറക്കം കട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ബാക്കി പീസിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോട് കൂട്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഡെപ്ത്ത് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ ചോക്ക് അവിടെ കഴുത്തിൻ്റെ അവിടെ കാണുന്നുണ്ടോ, അപ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 12 ഇഞ്ച് നീളവും അതേപോലെ തന്നെ ഒരു 9 ഇഞ്ച് വീതിയുള്ള തുണി എടുത്ത ശേഷം അതിനെ നടുവേ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു പീസ് പാച്ച് നല്ല ഒരു കോൺട്രാസ്റ്റിംഗ് കളർ തുണി എടുത്തിട്ട് ഇതുപോലെ നടുവേ മടക്കിയിട്ട് അതിന് ശേഷം നമുക്ക് മടക്കിയ ഭാഗം ഈ ഒരു നൈറ്റി പീസിൻ്റെ അടിയിൽ മടക്കിയ വശത്ത് നമ്മൾ വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ഡെപ്ത്ത് മാർക്ക് ചെയ്തില്ലേ അതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ അതിന് ശേഷം അതിനങ്ങോട്ട് മാറ്റുക. മേളത്തെ പീസ് മാറ്റിയ ശേഷം അടിയത്തെ ബോർഡറിൽ നമുക്ക് അടിയത്തെ മറ്റേ റെഡ് പീസിൽ വേണം ഇനി കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴത്തും ഒരു 3 ഇഞ്ച് എടുത്ത ശേഷം ഒരു ബോക്സ് പോലെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 3 സൈഡൊന്ന് മടക്കിയടിക്കാം. ഒരു 1/2 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് തയ്ച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൻ്റെ 3 സൈഡൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. എന്നിട്ട് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഫ്രണ്ട് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഉൾവശമാണ്. ഇതുപോലെ ഇങ്ങനെ ഫേസ് ചെയ്ത് വെക്കുക. അതായത് നല്ല വശം ആ ഒരു നൈറ്റിയുടെ ഉൾവശത്ത് വരണം, ഈ റെഡ് പീസിൻ്റെ. ഓക്കെ, എന്നിട്ട് വെച്ച ശേഷം ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ച ശേഷം തിരിച്ചിടുക. ബാക്കിയുള്ള എല്ലാം ഞാൻ ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട, നിങ്ങൾ കണ്ടോളൂ. ഒരു 5 മിനിറ്റിൽ നമുക്ക് നൈറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്യാമറ വെച്ച് കാണിച്ചിരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇപ്പം ഇതൊന്നും ചെയ്യാതെ നമ്മൾ ക്യാമറയും വേണ്ട, ഒന്നും വേണ്ട, നല്ലൊരു അടിപൊളി ജാക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഈ ടേബിൾ ടോപ്പിൻ്റെ പകുതി സമയം പോലും വേണ്ട തയ്ച്ചെടുക്കാനായിട്ട്. വളരെ ഫാസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസിയായി നമുക്ക് ഒരൊറ്റ അടി, സ്ലീവ് എന്നൊക്കെ പറയുമ്പോൾ വെച്ച് കൊടുക്കുക, ഒരൊറ്റ അടി അങ്ങനെ. അപ്പോൾ നമ്മൾ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അടിച്ചിട്ട് ചുറ്റും കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ഒരു ബോർഡർ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും അതിൻ്റെ ബോർഡറിൻ്റെ എൻഡ് വശത്തും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ശേഷം നമ്മളത് ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്ത ശേഷം അതിന് ശേഷം അതിൻ്റെ എൻഡ് വശത്തും കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം.
അപ്പോൾ അത് നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഞാനൊരു ഡോറി പീസ്, അതായത് നമുക്കൊരു വള്ളിയൊക്കെ, നമ്മൾ സാധാരണ വള്ളിയൊക്കെ വയ്ക്കില്ല, അങ്ങനെ ഒരു പീസ് നമുക്ക് എടുത്തിട്ട് നമുക്കതിൻ്റെ ഇടയിൽ ഒരു ബോർഡർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ തയ്ച്ചെടുത്തത് മനസ്സിലായി, ഇത്രയും സംഭവം മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇത് നിവർത്തി വെച്ച ശേഷം ആ ബോർഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ എത്ര വീതിയാണോ ഉള്ള അതിൻ്റെ നടുക്ക് കറക്റ്റ് നടുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചുറ്റും അതിൻ്റെ അടിയിൽ അത് ആ ഒരു ഷേപ്പ്, സ്ക്വയർ ഷേപ്പിൽ മൊത്തത്തിൽ നമുക്ക് നടുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നടുക്ക് നമുക്ക് ഇതുപോലൊരു ലൈന് മാർക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരു നമ്മുടെ നൈറ്റിയുടെ കട്ട് പീസ് വെച്ചിട്ട് ഒരു വള്ളി ഉണ്ടാക്കിയിട്ട് അത് ചുറ്റും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കണ്ടത് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുക കേട്ടോ. ബാക്ക് നെക്കും കൂടി ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതെ, ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇനി സ്ലീവ് ജസ്റ്റ് ജോയിൻ ചെയ്ത്, നോർമൽ സ്ലീവാണ്, അപ്പോൾ സ്ലീവ് നമുക്കതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. സ്ലീവ് അറ്റാച്ച് ചെയ്ത ശേഷം പിന്നെ നമുക്ക് രണ്ട് സൈഡും ബോഡി ക്ലോസ് ചെയ്തിട്ട് അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അത് കണ്ടല്ലോ, രണ്ട് സൈഡും നമ്മൾ കൂട്ടിയടിക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ടില്ല. രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അടി ഫുള്ളായിട്ട് ഞൊറിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു 5 മിനിറ്റിൽ തന്നെ 5-10 മിനിറ്റിൽ നമുക്ക് നൈറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്യാൻ 5 മിനിറ്റ്, സ്റ്റിച്ച് ചെയ്യാൻ 5 മിനിറ്റ് ധാരാളമാണ്. സ്പീഡായി ചെയ്ത് പറ്റും. അത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ ഇരുന്ന് ഇതുപോലത്തെ നെക്കൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ തരത്തിലുള്ള നെക്കൊക്കെയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ നെക്കാണ്. പിന്നെ പ്ലീറ്റ് നൈറ്റിക്ക് കുറച്ച് സമയം എടുക്കും, അടിയിൽ പ്ലീറ്റ് എടുക്കാൻ. ഇപ്പോൾ സാധാരണ ചുരിക്കട്ട് നൈറ്റി ആണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പ്ലീറ്റ് കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും സംഭവം അല്ലേ. അപ്പോൾ ഇനി ഞാൻ ചുറ്റും ഇതൊന്ന് അടിച്ചു കൊടുത്ത ശേഷം അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഉള്ളത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടല്ലോ, ഒരു അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ്. ആ നെക്കിൽ വർക്കെടുത്ത് കാണുന്നുണ്ട്. അതിൽ ശരിക്കും റെഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അതിൽ ആ റെഡ് ഇട്ടിരിക്കുന്നത്. ദൂരത്തുനിന്ന് അറിയുന്നില്ല, പക്ഷേ അടുത്ത് നല്ല റെഡ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തോളൂ. കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.